സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റി പ്രീമിയർ ലീഗിന്റെ 4ാം ദിനം മത്സരങ്ങൾ അവസാനിച്ചു. രാവിലെ 8 മണിക്ക് നടന്ന ആദ്യ മത്സരത്തിൽ റൈനോ റേഞ്ചേഴ്സും ടാർഗറിയൻ ടേൺസും ഏറ്റുമുട്ടി. 11 മണിക്ക് ലയൺ ലെജൻസും ചീറ്റ ചേസേഴ്സും തമ്മിലായിരുന്നു രണ്ടാമത്തെ മത്സരം. 2 മണിക്ക് നടന്ന മൂന്നാമത്തെ മത്സരത്തിൽ സീബ്ര സീൽസ് ഗൊറില്ല ഗ്ലൈഡേഴ്സിനെ നേരിട്ടു. 4ാം ദിനമായി ഇന്ന് 3 മത്സരങ്ങളാണ് നടന്നത്. രാവിലെ 8 മണിക്ക് നടന്ന റൈനോ റേഞ്ചേഴ്സും ടാർഗറിയൻ ടേൺസും തമ്മിൽ നടന്ന മത്സരത്തിൽ ടാർഗറിയൻ ടേൺസ് വിജയിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ടാർഗറിയൻ ടേൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റൈനോ റേഞ്ചേഴ്സിന് നിശ്ചിത ഓവറിൽ 159 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ നേരിടുന്ന കാഴ്ചയാണ് റൈനോ റേഞ്ചേഴ്സിന്. പക്ഷേ ഇതിലും വലിയ പ്രതിസന്ധി നേരിട്ട് വന്നതിൻ്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന രക്തവുമായി ബാറ്റിംഗ് ചെയ്യുകയാണ് റൈനോ റേഞ്ചേഴ്സ്. 2ാം മത്സരത്തിൽ ലയൺ ജയൻസിനെ നേരിട്ട ചീറ്റ ചേസേഴ്സ് വിജയം സ്വന്തമാക്കി. 7 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുത്ത ലയൺ ജയൻസ് ഉയർത്തിയ വിജയലക്ഷ്യം വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 14 പന്തുകൾ ബാക്കി നിൽക്കെ ചീറ്റ ചേസേഴ്സ് അടിച്ചെടുത്ു. മൂന്നാമതായി നടന്ന ഗൊറില്ല ഗ്ലൈഡേഴ്സിനെതിരായ മത്സരത്തിൽ സീബ്ര സിൽസിനായിരുന്നു ജയം. 3 വിക്കറ്റിനാണ് സീബ്ര സിൽസിന്റെ ജയം. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗൊറില്ല ഗ്ലൈഡേഴ്സ് 8 വിക്കറ്റിൽ 117 റൺസ് നേടിയപ്പോൾ സീബ്ര സിൽസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം കണ്ടെത്തുകയായിരുന്നു. സെലിബ്രിറ്റി ക്രിക്കറ്റേഴ്സ് ഫ്രട്ടേണിറ്റി പ്രീമിയർ ലീഗിന്റെ മത്സരങ്ങളെക്കുറിച്ചും ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും സീബ്ര സിൽസിന്റെ ബ്രാൻഡ് അംബാസിഡർ ഋതു മന്ത്ര പറഞ്ഞു. വി ഹാവ് സച്ച് ആൻ അമേസിംഗ് ഒരു സ്ട്രെങ്ത് ഉണ്ട് ഞങ്ങളുടെ ടീമിന്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹത്തോടെ ജയിക്കാൻ പറ്റി. വി ആർ റിയലി ഹാപ്പി. അപ്പം ലുക്കിംഗ് ഫോർവേഡ് നെക്സ്റ്റ് മാച്ചിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ്. ശക്തമായ തിരിച്ചുവരവ് നടത്താനാണ് തീരുമാനമെന്നും അടുത്ത മത്സരത്തിന് വിജയം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഗൊറില്ല ഗ്ലൈഡേഴ്സിന്റെ സെലിബ്രിറ്റി ഉടമ സാജു നവോദയ പറഞ്ഞു. കഴിഞ്ഞ കളി പാസ്സായി, ഇക്കളി തോറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല മാർജിനിൽ ജയിക്കണം. ഒരു കളിയും കൂടെ ഉള്ളൂ ലീഗ് റൗണ്ടിൽ. അപ്പോൾ ആ കളി നന്നായിട്ട് പാസ്സായാലും മാത്രമേ നമുക്കിനി അടുത്ത സെമിയിലേക്കുള്ള ചാൻസ് ഉള്ളൂ. നിലവിലെല്ലാം തുല്യമായിട്ട് ടീമാണ്. 2 ഗ്രൂപ്പിലും നല്ല ടീമുകളെല്ലാം. ഇപ്പോൾ ഈ കളിച്ചേക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞങ്ങളായിട്ട് കളിച്ച ടീം മാത്രം 2 കളി ജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഒരേ കളി ജയിച്ചിട്ടൊക്കെ. അപ്പോൾ അടുത്ത കളി എല്ലാവരും ക്രൂഷ്യലാണ്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.